കുട്ടികൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താൻ അംഗീകരിക്കപ്പെടുന്നുണ്ട്, മറ്റുള്ളവരാൽ താൻ അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു തോന്നൽ ഒരു കുട്ടിക്കുണ്ടാകുമ്പോൾ അവൻ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് വലുതായ ആളുകൾക്ക് തന്നെ അറിയാം, നമ്മുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം. ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായ ഉദാഹരണം പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ പ്രവർത്തനങ്ങളെ ഒരാൾ അംഗീകരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നു എന്ന് കരുതുക. നല്ലൊരു ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ഞാൻ ആ ഡ്രസ്സ് കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ അതിങ്ങനെ തുറന്നു നോക്കി. ഭാര്യ പറയാണ്, നല്ല സെലക്ഷനാണ്, നിങ്ങൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനുള്ള നല്ല കഴിവുണ്ട്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ഡ്രസ്സിനും ഒരു പ്രത്യേകമായ ക്വാളിറ്റിയും ഒരു അട്രാക്ഷനുമുണ്ട് എന്ന് ഭാര്യ എന്നോട് പറയുകയാണ്. അത് എനിക്കുള്ളൊരു അംഗീകാരമാണ്. അതേപോലെ തന്നെ മറ്റൊരു ദിവസം ഭാര്യ പറയാണ്, നിങ്ങൾ നമ്മുടെ മക്കളോട് സംസാരിക്കുന്നതിൽ അല്ലെങ്കിൽ മക്കളെ പരിപാലിക്കുന്നതിൽ നിങ്ങൾ വളരെ നല്ല മികവ് പുലർത്തുന്നു, അതൊരു അംഗീകാരമാണ്. അതേപോലെ തന്നെ ഞാൻ ഇത് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ പിന്നീട് എൻ്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോഴും മക്കളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴൊക്കെ ഒരു പ്രത്യേകമായ ഒരു ശ്രദ്ധയും ഒരു പ്രത്യേകമായ ഒരു ഇനീഷ്യേഷനും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതേപോലെ തന്നെ ഭാര്യ നമുക്ക് വീട്ടിൽ സ്ഥിരമായി ഭക്ഷണം ഉണ്ടാക്കുന്നു, നമ്മുടെ എല്ലാവരെയും മക്കളെയും നമ്മയൊക്കെ നന്നായി കെയർ ചെയ്യുന്നു. അപ്പം അങ്ങനെ കെയറൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാണ് ഭാര്യയോട്, നീ നല്ല ഒരു അമ്മയാണ്, നിനക്ക് മക്കളെയൊക്കെ നന്നായി കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ നീ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ വളരെയധികം ഒരു ടേസ്റ്റിയാണ്. ഈ രീതിയിൽ ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു റെക്കഗ്നീഷൻ, അംഗീകാരമാണ്. നേരെ മറിച്ച് ഞാൻ കൊണ്ടു കൊടുത്ത ഡ്രസ്സ് നോക്കിയിട്ട് ഭാര്യ പറയാണ്, ഈ എന്ത് ഡ്രസ്സാണിത്, ഇതെവിടെ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഈ ഡ്രസ്സ്, നിങ്ങൾ എവിടെ നോക്കിയിട്ടാണ് ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ചില ആളുകളിങ്ങനെ അതിനെ അകറ്റുന്ന ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ പല ആളുകളും ഷെയർ ചെയ്യാറുണ്ട്. അത് ശരിക്കും ഒരാൾക്കുള്ള ഒരു ഡീമോട്ടിവേഷനാണ്. അപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് അംഗീകാരമാണ്. പാരൻസിനാൽ, രക്ഷിതാക്കളാൽ, അതേപോലെ തന്നെ ടീച്ചേഴ്സിനാൽ, സമപ്രായക്കാരായതിനാൽ, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് അംഗീകാരം കിട്ടാൻ അവർ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പല പല ഉദാഹരണങ്ങൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചെറിയ മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് ടീച്ചർ ഡിറ്റക്ഷൻ എടുത്തു അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റ് നടത്തി കുട്ടിക്ക് സാമാന്യം നല്ല മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടി അല്ലെങ്കിൽ കുറേ സ്റ്റാർ കിട്ടി, വളരെ പ്രതീക്ഷയോടുകൂടെ വീട്ടിലേക്ക് ഓടി വരുന്ന മക്കൾ അവരുടെ കയ്യിലുള്ള പുസ്തകമോ സ്ലേറ്റോ അത് കൊണ്ടുവന്ന് അമ്മയെ കാണിച്ച്, അമ്മ എനിക്ക് ഇന്ന് നടത്തിയ എക്സാമിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടി, എനിക്ക് നല്ല സ്റ്റാറിങ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ പറയാണ്, ഇതാണോ നീ ഒരു നിസ്സാരമായ ഒരു ടെസ്റ്റിൽ പോയിട്ട് കിട്ടിയ സ്റ്റാറാണോ നീ ഇപ്പോൾ വലിയ ആനക്കാര്യമാക്കുന്നത്, അങ്ങോട്ട് ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആട്ടി ഓടിക്കുന്ന സമയത്ത് ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക പ്രയാസം അത് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. എന്നപോലെ അവിടെ നമുക്ക് ഓടി വരുന്ന കുട്ടിയെ ഒന്ന് അഭിനന്ദിച്ച്, വെൽ ഡൺ, വെരി ഗുഡ്, വളരെ നന്നായിട്ടുണ്ട്, അത് രണ്ട് രീതിയിലുള്ള അപ്രീസിയേഷനാണ് അവിടെ കൊടുക്കേണ്ടത്. ഒന്ന് ടാഞ്ചിബിൾ അപ്രീസിയേഷൻ, അഥവാ അവരെ ഇങ്ങനെ തലോടുന്നു. ടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ ഒന്ന് കൈ പിടിക്കുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുക, ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വെൽ ഡൺ മൈ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്, വെൽ ഡൺ മൈ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാക്ക് കൊണ്ടുള്ള അപ്രീസിയേഷൻ അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്കൊരു ഒന്ന് കൈ കൊടുക്കുകയോ അല്ലെങ്കിൽ തോളിലൊന്ന് ചുമലിൽ തട്ടുകയോ ഒന്നിങ്ങനെ ചേർത്ത് നിർത്തുകയോ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഈ രീതിയിൽ ഒരു അംഗീകാരം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളും ഈ നോട്ടി ചിൽഡ്രൻ എന്നൊക്കെ നമ്മൾ പറയും, കുരുത്തക്കേട് കാണിക്കുന്ന കുട്ടികൾ, അവർ കുരുത്തക്കേട് കാണിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് മറ്റുള്ളവരുടെ അംഗീകാരവും ശ്രദ്ധയും അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. സാധാരണ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വരാറുണ്ട്. ഇപ്പോൾ വിരുന്നുകാർ വന്നാൽ വീട്ടിലെ കുട്ടികൾ ഒന്നുകൂടെ ഒരു അഗ്രസീവാകും, ഒരു തരം പ്രത്യേകമായ ഒരു പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്ന് വരും.
ആ വിരുന്നുകാർ വന്നാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ചിലപ്പോൾ ഷെൽഫിൽ കയറി പഴയ പുതിയ പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരും. പിന്നെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സാധാരണ ഇല്ലാത്ത ഒരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ബിഹേവിയർ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, അതുവരെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന മധുര പലഹാരങ്ങൾ വിരുന്നുകാരില്ലാതിരിക്കുമ്പോൾ ലഡു പോലത്തെ മധുര പലഹാരങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ ഒന്നും കഴിക്കില്ല. പക്ഷേ വിരുന്നുകാർ വന്ന് വിരുന്നുകാർക്ക് കഴിക്കാൻ വെച്ച മധുര പലഹാരങ്ങൾ നമ്മുടെയോ അവരുടെയോ സമ്മതമില്ലാതെ ഓടിപ്പോയി എടുത്ത് അത് മൊത്തം തിന്നു തീർക്കുന്ന ഒരു പ്രവണതയൊക്കെ നമുക്ക് വീട്ടിൽ കാണാം. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? വിരുന്നുകാർ വരുന്ന സമയത്ത് കുട്ടികൾ അങ്ങനെ ഒരു അഗ്രസീവ് സ്വഭാവം കാണിക്കണമെങ്കിൽ അതിനൊരു കാരണം അവരവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് കുട്ടികൾ അത്തരം അഗ്രസീവ് സ്വഭാവം ആ സമയത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ നമുക്കറിയാം, ക്ലാസ് റൂമുകളിൽ ചില കുട്ടികളൊക്കെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർ ചില സമയത്ത് റോക്കറ്റ് ഉണ്ടാക്കി എറിയും, ചില സമയത്ത് ചോക്കെടുത്തെറിയും, ചില സമയത്ത് മറ്റു കുട്ടികളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? അപ്പോൾ ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് അവരെ ടീച്ചർ പ്രത്യേകമായി ഒന്ന് കെയർ ചെയ്യാനും അവരെ പോയി അംഗീകരിക്കാനും ഒക്കെ അങ്ങനെയുള്ള ഒരു ചിന്തയോടു കൂടിയാണ് ആ കുട്ടികളെ അത്തരം അഗ്രസീവ് സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് സാധാരണ ചെയ്യാറെന്താണ്? അവരെ ആ ഫ്രണ്ട് ബെഞ്ചിൽ നിന്നും മാറ്റിയിട്ട് പിറക് ബെഞ്ചിൽ പോയിരിക്കും, നീ അവിടെ പോയിരിക്കും എന്ന് പറയും. അങ്ങനെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം കുട്ടികളെ അവിടെ തള്ളി നിർത്തും. എന്നാൽ നേരെ മറിച്ച് അങ്ങനെ അക്രമവാസന കാണിക്കുന്ന കുട്ടികളെ അവർക്ക് കൂടുതൽ അംഗീകാരം നൽകി അവനെ ക്ലാസ് ലീഡറാക്കി അവനെ ഓഫീസ് റൂമിൽ പോയി ചോക്കെടുത്ത് കൊണ്ടുവരാനും ഓഫീസ് റൂമിൽ പോയി അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് കൊണ്ടുവരാനും പല ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിച്ച് അവൻ്റെ പേര് വിളിച്ച് അവനെ പുകഴ്ത്തി പറഞ്ഞ് അവനക്ക് അംഗീകാരം കൊടുത്താൽ ആ കുട്ടിയുടെ നോട്ടിനെസ് അതോടുകൂടി ഇല്ലാതാകും. ഇങ്ങനെ പല രീതിയിലുള്ള അംഗീകാരത്തിന് വേണ്ടി പല കുട്ടികൾ പലതും ചെയ്തുകൊണ്ടേയിരിക്കും. ദുരഭിമാന കൊലകൾ കേരളത്തിൽ ഒരുപാട് കൊലകൾ നടന്നിട്ടുണ്ട് അംഗീകാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു തോന്നൽ ആ വിദ്യാർത്ഥിക്കുണ്ടാവണം. മറിയ മോണ്ടിസോറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വമാണ് ചിൽഡ്രൻ നീഡ് റെക്കഗ്നീഷൻ. കുട്ടികൾക്ക് അംഗീകാരം വേണം, അവൻ അംഗീകരിക്കപ്പെടണം. അപ്പോൾ ആ അംഗീകാരത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് കൊടുക്കാനുള്ള ശ്രമങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ടീച്ചറുടെ ഭാഗത്തു നിന്നും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള സൈക്കോളജിക്കൽ മാറ്റേഴ്സൊക്കെ നമ്മുടെ മോണ്ടിസോറി കോഴ്സിൽ ധാരാളമായി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് ഭാഗമാക്കി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക.